ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ മാറും. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയും. എന്താണ് ഇവിടെ വചനം പറയാണ്? അബ്രാഹത്തിനും അവന്റെ സന്തതി പരമ്പരകൾക്കും ദൈവം കൊടുത്ത വ്യവസ്ഥകളില്ലാത്ത അനുഗ്രഹം വിജാതീയരായ നമ്മിലേക്കും. നമ്മളാരാ? വിജാതീയരാണ്. നമ്മൾ യഹൂദരല്ലല്ലോ, നമ്മൾ വിജാതീയരാണ്. വിജാതീയരായ നമ്മളിലേക്കും അതേ അനുഗ്രഹം നമ്മുടെ തലയിലും വീഴുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അപ്പൊ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ഒരു അവകാശമായി ലഭിക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കണം. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിലായിരിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹിക്കപ്പെടുക എന്നതല്ലാതെ മറ്റൊരു സാധ്യതയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെടണം, അതിനല്ലാതെ വേറൊരു സാധ്യതയില്ല. അപ്പൊ അത് എന്നിൽ സംഭവിക്കാൻ യേശു അത് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് യേശു എന്നെ വിളിച്ചത്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക, അതായത് യേശു ക്രിസ്തു വഴി അബ്രാഹത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും അവകാശിയാണ്. അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരുപിടി മണ്ണില്ലാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് 5 സെന്റ് വാങ്ങാനുള്ള നിവൃത്തിയില്ല. പക്ഷെ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിനകത്ത് മണ്ണുണ്ട്, മണ്ണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ ഒരുപിടി മണ്ണുണ്ടാവുക എന്നുള്ളത് ബൈബിൾ നിങ്ങൾക്ക് തരുന്ന അവകാശങ്ങളിൽ ഒന്നാണ്. ഇത് നീ വിശ്വസിക്കണം. അതിന് നീ ഒരു ലോണും എടുക്കണ്ട. അത് തരാൻ ദൈവം ബാധ്യസ്ഥനാണ്. കാരണം ദൈവം പറഞ്ഞു, ഇത് വ്യവസ്ഥയില്ലാതെ ഞാൻ തരുന്ന അനുഗ്രഹം. നിന്റെ മക്കള്, അങ്ങനല്ലേ പറഞ്ഞു, നിന്റെ സന്തതികള് അനുഗ്രഹിക്കപ്പെടുമെന്നല്ലേ പറഞ്ഞു.